Good morning. Good morning, sir. Good morning. Good morning, sir. morning. Good morning. Good morning. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, അടിപൊളി. ഓക്കെ മാഡം, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഓക്കെ 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 എന്തായാലും ഒരുപാട് പുതിയ മുഖങ്ങൾ കണ്ണൂരിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. പുതിയ BBI വന്നല്ലേ, അടിപൊളി. ഓക്കെ ഓക്കെ എന്നെ അറിയാത്തവരൊക്കെ ഉണ്ടല്ലേ? ഓ അടിപൊളി. ഞാൻ കണ്ണൂരൊക്കെ കൊറോണക്ക് മുന്നൊക്കെ വന്നുള്ള ആളായിരുന്നു. അന്നൊരു സ്റ്റാർ 50 റാങ്കിലായിരുന്നു. ലോക്ക്ഡൌണിന്റെ മുന്നെയാണ്. ഇപ്പൊ ഞാൻ ഒരു 2 മാസം മുന്നേ കണ്ണൂർ വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇനി അടുത്ത മാസം ഞാൻ വരാൻ പോകുന്നു. നിങ്ങളെ കാണുമ്പോൾ വളരെ ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും ഇവിടെയാണ് മോർണിംഗ് മീറ്റിംഗിൽ കയറാറ്. അപ്പൊ ഞാൻ എല്ലാ ദിവസവും നിങ്ങളിൽ കൂടെ ഉണ്ടാവും ഏട്ടാ. ഓക്കെ, എല്ലാ മാസത്തിൽ ഒരു ദിവസം എന്തായാലും ഞാനും കയറും മോർണിംഗ് മീറ്റിംഗിൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കയറും കേട്ടാ. എന്തായാലും ഞാൻ ഇന്നൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. എന്റെ പേര് ശിവദാസൻ. വീട് ഇവിടെ കുറ്റിപ്പുറമാണ്, മലപ്പുറം ജില്ലയില്. കുറ്റിപ്പുറത്ത് കൂടെ യാത്ര ചെയ്തവർക്ക് അറിയാം, കുറ്റിപ്പുറം ഒരു പാലമുണ്ട്, ഒരു ആർച്ചുള്ള പാലം, 11 ആർച്ചുള്ള. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. പേരും അഡ്രസ്സും ഒക്കെ പറയുന്നത് ഇതൊരു പക്കാ ബിസിനസ് ആയതുകൊണ്ടാണ്. ഞാൻ ആരെങ്കിലും നുണ പറയുകയാണെങ്കിൽ വീട്ടിലേക്ക് വരാം, അതുകൊണ്ടാണ് ആ പാലത്തിന്റെ തൊട്ടടുത്താന്ന് പറയുന്നത്. അപ്പൊ പാലത്തിന്റെ അടുത്ത് വിളിച്ചാൽ മതി, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്, ഞാന് ഈ ഒരു മേഖല ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നും അല്ല. അതിലെ ഒരുപാട് പുതിയതായി വന്ന വ്യക്തികൾ ഉണ്ടാവും, പല മേഖലയിൽ നിന്നുള്ള ഉണ്ടായിരിക്കും. എനിക്കറിയില്ല, വീട്ടമ്മ ഉണ്ടാവുക, ടൈലർ ഉണ്ടാവുക, വാർഡ് മെമ്പർ ഉണ്ടാവുക, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവുക, ടീച്ചർ ഉണ്ടാവുക, റിട്ടയർഡ് ആയവരുണ്ടാവും, പലരും ഉണ്ടായേക്കാം. പലവർക്കും ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ പല പേടിയാണ്. എന്നെ കൊണ്ട് സാധിക്കോ, അങ്ങനെയുള്ള പല പേടിയാണ്. അപ്പൊ സാധിക്കോ എന്ന് ചോദിച്ചാൽ അതിനെ വളരെയായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, എന്റെ ഈ ഒരു എക്സ്പീരിയൻസ് കേട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? എന്നെ കാണുമ്പോൾ ഒരു ഡോക്ടർ പോലെ കണ്ട് പേടിക്കേണ്ട. ഞാനൊരു കാർപ്പൻ്റർ ആണ്. ഈ ഒരു മേഖല ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നല്ല. ഒരു ടെൻഷനും അടിക്കേണ്ട. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരൊറ്റ കാര്യമുള്ളൂ, അത് മാത്രം ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നുള്ളൂ. ഞാൻ മലപ്പുറത്താണ്. അപ്പൊ ഇവിടെ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എന്നിട്ട് നിങ്ങൾ ലീഡറോട് ലീവ് ചെയ്തിട്ട് ചോദിക്കണം, എന്തായിരുന്നു ആ ചേട്ടൻ പറഞ്ഞത് അല്ലെങ്കിൽ അയാൾ പറഞ്ഞെന്ന് ചോദിക്കണം കേട്ടാ. കാരണം മറ്റൊന്നല്ല, ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് മരം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ മരം എന്ന് പറയില്ലത്, എന്താ അയാൾ മരറ്റ് നടക്കുന്നു ചോദിച്ചാൽ, അപ്പൊ തടിയാണ് അവിടെ മരം. മനസ്സിലായി? അപ്പൊ മരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ മരം, മനസ്സിലായില്ലേ? കണ്ണൂർ തന്നെയല്ല സാധനം പറയാ. അന്നേരം അവിടെ ചാടുക തുള്ളുക എന്നൊക്കെ പറഞ്ഞ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് എനിക്ക് അറിയായിട്ടാണ്, അത് നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, എന്റെ പേര് ശിവദാസൻ. ഞാൻ ഈ ഒരു മേഖല ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നുമല്ല. എന്റെ ഒരു ആത്മാർത്ഥ കൂട്ടുകാരനായ മിസ്റ്റർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് എനിക്ക് ഈ അവസരം പരിചയപ്പെടുത്തിയത്. അതെന്തിനാണ് പരിചയപ്പെടുത്തിയ ഒരാളുടെ പേര് പറയുന്നതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. നിങ്ങളെയും ഒരാൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോ അങ്ങനെ തന്നെയാണ് ഈ മേഖലയിലേക്ക് എല്ലാവരും വരിക എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ ഈ മേഖലയിലേക്ക് എത്തിയെന്ന് എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണ് എത്തിയെന്ന് ചോദിച്ചാൽ എന്നോട് പറയാണ്, ശിവദാസ് ഒരു 12 പ്രൊഡക്റ്റ് ഉണ്ട്, ഐപ്പൾസും ഐക്കോഫിയും ഐസ്ക്രീമും ഒരു ജ്യൂസ് എന്ന് പറഞ്ഞാൽ അത് വിറ്റാല് ആഴ്ചയിൽ 2.5 ലക്ഷം റുപ്യ കിട്ടുന്ന ഞാൻ പറയും. ഞങ്ങളുടെ അവിടെ തൊട്ടടുത്തുണ്ട് ഒരു ബേക്കറി, ഫേമസ് ബേക്കറി. അവിടെ ഇതുവരെ ചായയും കാപ്പിയും വിറ്റിട്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല. എന്നിട്ട് അപ്പൊ ഞാൻ ഒരു 12 പ്രൊഡക്റ്റ് വിറ്റിട്ട് ഞാൻ പറഞ്ഞേക്കും, ഇതാവും ഇയാളെ ചിന്ത ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ നാട്ടില് ഈ ആശാരിപ്പണി എടുക്കുന്ന സമയത്ത് വീടിന്റെ കഴുക്കോലൊക്കെ അല്ലേ, കഴുക്കോലിന്റെ മുകളിൽ ഡാർപ്പായൊക്കെ ഇട്ടിട്ട് വീടിന്റെ സൈഡിൽ അങ്ങനെ ഇരുന്ന് കുറച്ച് കട്ടിലും ജനലൊക്കെ അങ്ങനെ ഉണ്ടാക്കുകയാണ്. ആ സമയത്താണ് എന്റെ സുഹൃത്ത് എന്നോട് പറയുന്നത്, ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ, കണ്ണൂരത്തെ കാര്യം എനിക്കറിയില്ല, ഈ മരം എടുക്കാൻ പോയി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ നമുക്ക് മരം എടുത്താൽ ചായ കുടിക്കാനുള്ള വെള്ളം കൂടി പൈസ തരും എക്സ്ട്രാ, അത് മുതലാളി കാണാതെ. അപ്പോ അങ്ങനെ എക്സ്ട്രാ പൈസ കിട്ടും വേറൊരു മരമില്ലിൽ പോയാലെന്ന് പറഞ്ഞ് എന്നെ ബൈക്കുമ്മ വെച്ച് കൊണ്ടുപോയതാണ്. എന്റെ കയ്യിൽ ഒരു പൊട്ടിയ ടേപ്പൊക്കെ ഉണ്ട്. അങ്ങനെ എന്റെ കൈ പിടിച്ചിട്ട് ഇവിടെ ഇതിന്റെ മുകളിൽ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്, എന്റെ സുഹൃത്തിന്റെ ഇവിടെ ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പോണത്. അവിടെ പോയിട്ട് AC ഹോളിൽ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഉറക്കമൊക്കെ വരും. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഹോളിൽ ഇരിക്കുന്നതും അത്രയും ആൾക്കാരൊക്കെ കാണുന്നത്. ഞാൻ ഇതിന്റെ രൂപമൊക്കെ ഒന്ന് കാണും, അത് വേണമെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ഇട്ട് തരും. അന്ന് ഞാൻ ഇത് പൊട്ടത്തരല്ലേ നെഗറ്റീവ് അല്ലേ എന്നൊക്കെ പറഞ്ഞ സംഭവമാണ്. ആ ഫോട്ടോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ. അങ്ങനെ എന്റെ സുഹൃത്ത് പ്ലാനൊക്കെ കഴിഞ്ഞു. അപ്പൊ ഒരുപാട് സാധാരണക്കാർ ഇതിൽ ചെറിയ 6000 2000 ഒക്കെ വരുമാനം മേടിച്ച ആൾക്കാരെ മൊബൈൽ തുറന്നിട്ട് അത് കണ്ടു. അതെന്തിനാണ് അത് പറയുന്നത് വെച്ചാൽ, ചില ആൾക്കാരുണ്ട് എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയുമായിരുന്നു അന്ന് മലപ്പുറം ജില്ലയിൽ. കണ്ണൂരൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് അയാളുടെ അക്കൗണ്ടിൽ 6000 വന്നാലും അത് ഓന്റെ അക്കൗണ്ടിൽ വരും, അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ വരും എന്നുള്ള അത് പറയില്ല. അപ്പൊ ഓനക്ക് 2 കണ്ണ്, 2 ചെവി, ഒരു മൂക്ക്, ഇതൊക്കെ എല്ലാവർക്കും 2 കൈ 2 കാല്, എല്ലാവർക്കും ഒരേപോലെ. എല്ലാവർക്കും കമ്പനി 12 പ്രൊഡക്റ്റും, എല്ലാവർക്കും കമ്പനിയുടെ ഒരു വൈബറിന്റെ സിസ്റ്റവും. അപ്പൊ ഈ നെഗറ്റീവ് പറയുന്ന കുറെ ആൾക്കാരുണ്ട് അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ. ഓനക്ക് കിട്ടും, അനക്കൊന്നും കിട്ടൂലടാ എന്നോട്. അപ്പൊ എനിക്ക് ഉള്ളിലൊരു വാശി തോന്നി, അങ്ങനെ ഉണ്ടാ ഒരാൾക്ക് കിട്ടുമെങ്കിൽ പിന്നെ ഒരാൾക്കും കിട്ടൂലേ, മറ്റാൾക്കും കിട്ടൂലേ. നിങ്ങളിവിടെ ഇല്ലേ രാവിലെ? ഞാൻ പുതിയതായി വന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ മനസ്സിലാക്കി തരാനാണ്, അല്ലാതെ ഞാൻ വലിയ കാര്യങ്ങൾ, സഫയറിന്റെ കാര്യങ്ങൾ, കമ്പനിയുടെ കാര്യങ്ങളൊന്നും പറ്റില്ല.
സാധാരണക്കാരെ ഒരുപാട് വീട്ടമ്മമാരുണ്ട്, നമ്മൾ ഒരുപാട് ജോലി പ്രതീക്ഷയും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് രക്ഷപ്പെടുന്ന വന്നവരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ബ്രാൻഡ് 1000 ആൾക്കാർക്കൊന്നും ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങളെല്ലാം കമ്പനിയെ പറ്റി പഠിച്ച ആൾക്കാരാണ്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അയാൾക്ക് വന്നാൽ എനിക്കും വരൂലേ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നത്. എന്റെ സുഹൃത്ത് നിർബന്ധിച്ചിട്ടു. അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് കഴിച്ചു, നല്ല റിസൾട്ട് കിട്ടിയ പ്രൊഡക്റ്റിനെ പറ്റിക്ക് ഒന്നും പറയാനില്ല. പ്രൊഡക്റ്റ് നോക്കണമെങ്കിൽ നമ്മൾ എന്താ നോക്കാനുള്ളത്. അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഈ കമ്പനി പറയുന്നത് പോലെ ഈ കമ്പനിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ വൈബ്രന്റ് വിവാഹ സിസ്റ്റം നിങ്ങൾ പ്ലാനിൽ കേട്ടോ, എന്താണ് വൈബ്രന്റ് വിവാഹ സിസ്റ്റം? അപ്പൊ അത് പഠിക്കണം. ഓരോന്ന് നമ്മൾ പഠിക്കണം. പഠിക്കാതെ നമ്മൾ ഇങ്ങനെ പല ആൾക്കാരും പറയും, നിങ്ങൾ ചിരിച്ചിരിക്കട്ട. അതായത് നമ്മൾ ഒരു പല്ല് ഇങ്ങനെ കാണുകയാണെങ്കിൽ ഒരു ഭംഗിയാണ്. അതായത് നിങ്ങൾക്ക് പേടിയാവും. അതായത് ഞാൻ പറയണ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഒരു പല്ല് കാണാൻ നല്ലതാ. പല്ല് നന്നായാൽ പാതി നന്നായി എന്ന് പറയാം, മനസ്സിലായ? പിന്നൊന്നും നോക്കണ്ട, അങ്ങനെ കണ്ടോളൂ. അത് സാരമില്ല, അങ്ങനെ വെച്ചോളൂ. ഞാൻ സീരിയസ് പറയുമ്പോൾ മാത്രം അങ്ങോട്ട് പോകുള്ളൂ. അപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഈ കമ്പനിയുടെ ഒരു വൈബ്രന്റ് വിവാഹ സിസ്റ്റം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? അതായത് വിജയിച്ച വ്യക്തികൾ ഈ ഒരു പോയിന്റ് പഠിച്ചാൽ മതി. എന്തിനാ കൂടുതൽ പഠിക്കണത്? ഇപ്പൊ ഒരു ടീച്ചർ പറയാണ്, ഈയും ടീച്ചർ ആവണോ, ഈയും ടീച്ചർ ആവണോ, ഈയും ടീച്ചർ ആവണം എന്ന് പറയോ? ആരും അങ്ങനൊന്നും പറയില്ല. പല മേഖലയിലേക്ക് പോയിക്കോളിന്നാ പറയാ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മേഖല ചെയ്തോളിന്നല്ല പഠിപ്പിക്കുന്നത്. ഇവിടെ പഠിപ്പിക്കുന്നത് എന്താണ്? വൈബ്രന്റ് വിവാഹ സിസ്റ്റം. എല്ലാവരും ഡയമണ്ട് ആവും, എല്ലാവരും ബ്ലാക്ക് ഡയമണ്ട് ആവും. വേറെ എന്തെങ്കിലും ഇവിടെ പഠിപ്പിക്കുന്നുണ്ടാ? എല്ലാവരും പൈസ ഉണ്ടാക്കൂ, എല്ലാവരും പൈസ ഉണ്ടാക്കൂ, എല്ലാവരും പൈസ ഉണ്ടാക്കൂ, എല്ലാവരും ആരോഗ്യം ഉണ്ടാക്കൂ, എല്ലാവരും ആരോഗ്യം ഉണ്ടാക്കൂ. ഇത് മൂന്നും അല്ലാതെ എന്തെങ്കിലും ഇവിടെ പറയുന്നുണ്ടോ? ഇതിനു വേണ്ടിയുള്ള നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ടുകളും ബ്ലോക്കുകളും എന്താണോ അതൊക്കെ ചെത്തി മായ്ച്ച് കളയുന്ന ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ. ഇതിൽ ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയേ ഉള്ളൂ ഇതിന്റെ കഥ. അതിനെ നാട്ടുകാർ പറയുന്നതും വീട്ടുകാർ പറയുന്നതൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നത് എന്ത് കാര്യമുണ്ട്? ഒരു കാര്യവുമില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇയാൾക്ക് എന്തൊക്കെ പറയാം, ഇയാൾ എന്തെങ്ങനെ പറഞ്ഞു, അയാൾക്ക് സംസാരിക്കും, നിങ്ങൾ എന്തൊക്കെ പറയും, ഞാനത് ആലോചിച്ചിരുന്ന വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. അപ്പൊ ആൾക്കാർ അതും ഇതൊക്കെ പറയും, അതൊന്നല്ല നോക്കണം. നമുക്ക് രക്ഷപ്പെടണം, നമ്മളെ കുടുംബം നോക്കണോ, ഇതാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്. ആൾക്കാർ അതും ഇതൊക്കെ പറയും. അങ്ങനെ ഈ കമ്പനിയുടെ ഈ വൈബ്രന്റ് വിവാഹ സിസ്റ്റം വിജയിച്ച വ്യക്തികൾ ഇതുപോലെ ചെയ്തോളും, നിങ്ങൾക്ക് വിജയിക്കാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സമയം 6:30, വേണമെങ്കിൽ സാധാരണക്കാരൊക്കെ മലയാളികൾ അയാൾ കുറച്ചെങ്കിലൊക്കെ കിടന്നുറങ്ങും. ഞാൻ ഇത്ര നേരത്തെ എണിച്ചിട്ട്, ഞാൻ മലപ്പുറം ജില്ലയിലാണ്, നിങ്ങൾ കണ്ണൂർ ജില്ലയിലാണ്. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയാൽ 3 വർഷം കഴിഞ്ഞിട്ട്, ഒരു പുതിയ BBA പറയുന്നത് കേട്ടാ, 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൂർക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങൾ മലപ്പുറത്തേക്ക് വരുമ്പോ, എന്തായാലും ഇവിടെ രാജശേരി ഉണ്ടെന്ന് പറഞ്ഞാൽ അയാളൊന്ന് ഞാൻ പോയി കാണട്ടെ, അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ബിസിനസ് കേട്ടോണ്ട് ഞാൻ ഈ ബിസിനസ് ചെയ്ത് നിങ്ങൾ പറയുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ കണ്ണൂർക്ക് വരുമ്പോൾ നിങ്ങൾ ഇതിന്റെ കൂടെ സെൽഫി എടുക്കുകയാണെങ്കിലോ, ശിവേട്ട നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരാള് ഇഷ്ടപ്പെട്ടാൽ മതി. ആ രീതിയിൽ ആ ആൾ ആരാന്ന് എനിക്കല്ല, നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് വരുന്നത്. വന്ന് ഇന്ന് നിങ്ങളോട് പറയാണ്, ജനങ്ങൾ നെഗറ്റീവ് പറയുന്നതിന്റെ അമ്മാമൻ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്ത പാടുകയാണ് ഏഷ്യാനെറ്റിൽ ഇൻഡസ്ട്രി കമ്പനി ഐപ്പൾസ് കുടിച്ച് അവിടെ ആയി ഈ രോഗം മാറിയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ചുമരെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മതില് പടുത്തെ അതിന്റെ മുകളിൽ ജാരി നിൽക്കരുത്. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടപ്പോ ഇങ്ങനെ ചെരിഞ്ഞ് താഴത്ത് കണ്ട് വീണുപോയി. അപ്പൊ ഏട്ടനെ കൂടി വന്ന് താങ്ങി. എന്താ ശിവാച്ചി? ഒന്നുമില്ല, തല കറങ്ങണ പോലെയാണ്. ഈ സംഭവം ഞാൻ പറഞ്ഞില്ല. അവിടുന്ന് കുറച്ച് കഴിഞ്ഞേക്ക്, ഒരു മണിക്കൂർ കഴിഞ്ഞേക്ക് എന്റെ അമ്മയുടെ ആങ്ങള മാമൻ, ചെറുപ്പത്തിലൊക്കെ ഷർട്ടൊക്കെ വാങ്ങിച്ച അന്ന ആളാണ്, ഒരു കോള്. തങ്കേ, ഓനോടാ പരിപാടി നിർത്തിക്കോളാൻ പറയും, പണിക്ക് പോയിക്കോളാൻ പറയും വേഗം, അതൊക്കെ പൂട്ടി അടച്ചിക്കണ് കറിഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും എന്റെ ഉള്ളിയൊക്കെ ഒന്ന് എടുത്ത് നോക്കി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഈ ഇന്നെ ഷാർട്ട് ചെയ്ത ആളെയും എന്റെ കൂടെ വന്ന ആളെയും ഒന്ന് വിളിച്ച്, സാറേ ഇങ്ങനെ ഒരു ഉടായ്പ വീഡിയോ ഞാൻ കണ്ടിട്ട് ആകെ ടെൻഷനില്ല, എന്റെ പൈസ തന്നാളില്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കോളി. അപ്പൊ എന്നോട് പറയാണ്, ശിവാട്ട അത് ഇത്ര കൊല്ലത്തെ വീഡിയോ ആണ്, നിങ്ങൾ പൊട്ടനാണോ? ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞു, ഇത് കേട്ട് നിങ്ങൾ ഇരിക്കുകയാണ്. ആരാണ് നെഗറ്റീവ് പറഞ്ഞു വെച്ചാൽ എന്റെ മാമേ, നമ്മളെ വേണ്ടപ്പെട്ടവർ തന്നെയാണ് നമ്മളെ നെഗറ്റീവ് ആക്കുക. ശിവേട്ട അതെന്താ സാറേ നിങ്ങൾ അങ്ങനെ പറയുന്നത്? എന്നാ ഞാൻ നെഗറ്റീവ് ഇപ്പാണ് തീർത്തരാം എന്നോട് പറഞ്ഞ്, നിങ്ങളെ പേരയിൽ വീട്ടിൽ പോയിട്ട് ഐപ്പൾസിന്റെ കുപ്പി ഇടിക്കുന്നതായിരുന്നു. അപ്പൊ ഞാൻ ഐപ്പൾസിന്റെ കുപ്പി എടുത്തോളൂ, നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ അത് 1 ലിറ്റർ ഉണ്ട്. അപ്പൊ എന്നോട് എത്ര ഉണ്ട് ശിവേട്ട അതിന്റെ വലുപ്പം എന്ന് വെച്ചു. അപ്പൊ ഞാൻ അങ്ങനെ നല്ല നീളുണ്ട് എന്ന് പറഞ്ഞ് 1 ലിറ്റർ ഉണ്ട്. ശിവേട്ട ഞാൻ വീഡിയോ ഒന്നും കൂടിയും കാണുന്നായിരുന്നു. അപ്പൊ ഞാൻ ഫോൺ കട്ടാക്കി, എന്നിട്ട് ആ വീഡിയോ ഒന്നും കൂടിയും കണ്ടു. ശിവേട്ട ഐപ്പൾസിന്റെ കുപ്പിയുടെ നീളം ഒന്നും നോക്കിന്നായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ നീളം ഒന്ന് നോക്കി. അപ്പൊ അതിന്റെ പകുതിയുള്ള ആ കുപ്പിയുടെ നീളം. ഇനി ശിവേട്ടൻ ഇപ്പത്തെ ഐപ്പൾസിന്റെ കുപ്പിന്റെ നടുക്ക എന്തെങ്കിലും കെട്ടുണ്ടോ നോക്കിന്നായിരുന്നു. ഇല്ല അറിഞ്ഞു. അന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഐപ്പൾസിന്റെ കുപ്പിയും എന്തെങ്കിലും കെട്ടുണ്ടോ നോക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ അരയിൽ ബെൽറ്റ് കെട്ടൂലേ, അതേപോലെ അന്നത്തെ ഐപ്പൾസിന്റെ മുകളിൽ ചുവന്നൊരു റൗണ്ട് കെട്ടും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഉടായ്പാണ്.
അപ്പൊ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ കാര്യമൊക്കെ അപ്പൊ ക്ലിയർ ആയി. നിങ്ങളും അതുപോലെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയണ കേട്ടാ അതിന്റെ പിന്നാലെ പോയി നോക്കലല്ല പരിപാടി. അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കലാണ് നിങ്ങളുടെ പരിപാടി. ക്ലിയർ ആക്കലാണ്. യെസ് ഓർ നോ? ഇപ്പൊ രാത്രി ഒരു ഉദാഹരണം, നിങ്ങൾ രാത്രി ഇങ്ങനെ നടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങാണ്. നിങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്ത് ഈ വാഴയിലൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ പൊടിയുണ്ടല്ലോ വട്ടത്തിലുള്ള. അപ്പൊ നിങ്ങൾ മുറ്റത്തേക്ക് എന്തെങ്കിലും സാധനം കിച്ചാൽ മീൻ നന്നാക്കി ഒഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തെ വീഡിയോ വലിക്കാൻ ആണുങ്ങളാണ് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങല്ലോ, സ്വാഭാവികമാണല്ലോ. അപ്പൊ ആ സമയത്ത് രണ്ട് ഇലകൾ തമ്മിൽ ഇങ്ങനെ ആടിയാൽ നിങ്ങൾക്ക് തോന്നൂല ഇതൊരു മനുഷ്യന്റെ രൂപം ഉണ്ട് എന്നൊക്കെ. അന്ന് രാത്രി വല്ല പ്രേതത്തിന്റെ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ വേഗം വന്ന് കിടന്നുറങ്ങാൻ വേണ്ടത് അത് ടോർച്ച് എടുത്ത് അടിച്ചു നോക്കുക വേണ്ടത് അത് പ്രേതമാണോ ഇലയാണോ എന്നുള്ളത്. ഹലോ, അത് അടിച്ചു നോക്കിയ ഇലയാണ്. അപ്പൊ ധൈര്യത്തിൽ അവിടെ തന്നെ നിന്നിട്ട് മീനിന്റെ വെള്ളമൊക്കെ തൂത്ത് അടിപൊളിയായിട്ട് വീട്ടിൽ കിടന്ന് പറയും. അപ്പൊ ആൾക്കാർ അങ്ങനെയാണ്, ഈ നെഗറ്റീവ് മാത്രമേ ചിന്തിച്ചിരിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഞാനിത് ഫുള്ള് ഇതിനെ പറ്റി പഠിച്ച് പിന്നെ എനിക്ക് മനസ്സിലായി മലയാളികൾ ഫുള്ള് നെഗറ്റീവിന്റെ ആൾക്കാരെന്ന് മനസ്സിലായി. ഫുള്ള് നെഗറ്റീവിന്റെ ആൾക്കാരെന്ന് മനസ്സിലായി. അങ്ങനെ ബിസിനസ് നെഞ്ചോട് ചേർത്താണ്ട് ചെയ്തു. ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഫുൾ ഹാപ്പിയാണ്. ജനങ്ങളുടെ നെഗറ്റീവ് വേറെ, പ്രകൃതിയുടെ നെഗറ്റീവ് വേറെ. എന്തൊക്കെയാണ് പ്രകൃതിയുടെ നെഗറ്റീവ്? പ്രകൃതിയുടെ നെഗറ്റീവ് നമുക്ക് തടുക്കാൻ പറ്റുമോ? നെഗറ്റീവ് എന്ന് ഉദ്ദേശിച്ച് വെള്ളപ്പൊക്കം, കൊറോണ, നിപ്പോ, അതിലും വലുതൊന്നുമില്ലല്ലോ. അപ്പൊ കൊറോണ വന്നപ്പോ എന്നോട് എന്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, ശിവേട്ട അപ്പൊ എന്തായി ഞാൻ പറഞ്ഞ പണിക്ക് പോകേണ്ടി വരൂലേ, കൊറോണ വന്നില്ലേന്ന്. അപ്പൊ ഞാൻ അവിടെ ഒറ്റ ഡയലോഗാണ്, അത് കണ്ണൂകാർക്ക് മനസ്സിലാവണം. അത് മനസ്സിലായില്ലെങ്കിൽ നെപ്സീറിനെ വിളിച്ച് ചോദിച്ചാൽ അത് നെപ്സീർ പറയും. ഞാൻ പറഞ്ഞു, പെര വിഴുങ്ങുന്ന ചെവുത്താൻ വന്നാൽ വാതിൽ അടച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊന്നാകെ വിഴുങ്ങിപ്പോകൂലേ? അപ്പൊ കൊറോണ ഒന്നും പിടിക്കൂലേ? നമ്മൾ മാത്രമേ കൊണ്ടുപോകുള്ളൂ. ഈ ഒരു ഒറ്റ ഡയലോഗാണ്. ആ ഡയലോഗിലൂടെ ഇന്റർവ്യൂ ചെയ്തു. ഇന്ന് ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ അന്ന് കമ്പനിയുടെ പ്ലാൻ കേൾക്കുന്ന സമയത്ത് വെൽനെസ്സും ഡയറക്ട് സെല്ലിംഗ് ഉള്ളൂ. ഇന്ന് പ്ലാൻ കേൾക്കുമ്പോൾ ടെക്നോളജി ഉണ്ട്. ഞാൻ എന്റെ വീട്ടിലിരുന്ന് ലാപ്പിൽ സംസാരിക്കുന്നു. അപ്പൊ ഞാൻ ടെക്നോളജി ഉൾപ്പെടുത്തിയില്ലേ? സത്യമായ കാര്യമാണ്. ഈ കമ്പനി പറയുന്ന ഒരു കാര്യം സത്യമാണോ? നിങ്ങൾക്ക് ആദ്യം കമ്പനിയിൽ ഒരു വിശ്വാസം വേണം, ഈ ഒരു മീറ്റിംഗിൽ ഒരു വിശ്വാസം വേണം. അപ്പൊ ടെക്നോളജിയും പെട്ടു, ഡയറക്ട് സെല്ലിങ്ങും പെട്ടു, ഇത് മൂന്നും പെട്ടു, ശരിയല്ലേ? വെൽനെസ്സും പെട്ടു. അപ്പൊ ഈ ഇൻഡസ്ട്രി കമ്പനി ചെയ്യുന്ന കാര്യങ്ങളെ പറ്റും കൂടി നമ്മൾ പഠിക്കണം. ഇത് മൂന്നും കൂടി കൂട്ടി യോജിച്ച കമ്പനിയാണ് ഇൻഡസ്ട്രി. നിങ്ങൾക്ക് വേറൊരു മേഖല കിട്ടിയേക്കാം, ഒരു വെൽനസ് മേഖല കിട്ടിയേക്കാം, അവിടെ ടെക്നോളജി ഉണ്ടാവില്ല. ഇനി നിങ്ങൾ ടെക്നോളജി കിട്ടിയേക്കാം, അവിടെ ഡയറക്ട് സെല്ലിംഗ് ഉണ്ടാവില്ല. ഈ കമ്പനിയിൽ വന്നുകൊണ്ട് ഗുണം എന്താണ്? ഡയറക്ട് സെല്ലിംഗ് കിട്ടി, വെൽനസും കിട്ടി, ടെക്നോളജിയും കിട്ടി. യെസ് ഓർ നോ? സത്യമാണോ? ആണെങ്കിൽ നിങ്ങൾ തലോണ്ടെങ്കിലും നാട്ടി അടിപൊളി. ഇതാണ് സംഭവം. അങ്ങനെ ഇന്നിപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പഠിക്കുന്ന സമയത്ത് വളരെ രാശി പണിക്കാരനായിരുന്നു, വളരെ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. പഠിച്ച കാര്യമൊന്നും ഇവിടെ പറയേണ്ട, കാരണം പലരും പഠിച്ചതുള്ളത് കൊണ്ട് ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. ഒരു 8 വരെ പോയിട്ടുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായ കാര്യം, പഠിക്ക് ടീച്ചർ പറയുള്ളൂ, പിന്നെ ജോലിക്ക് പോകാം എന്നേ പറയുള്ളൂ, ഒന്നും നേടാൻ സാധ്യതയില്ല. ഇന്ന് ഈ കമ്പനിയിൽ നിങ്ങളോട് പറയാം, അവിടെ സംസാരിക്കും വളരെ ഹാപ്പിയാണ്. ഈ ബിസിനസ്സിലൂടെ 65 ലക്ഷത്തിന്റെ മുകളിൽ വരുമാനം വാങ്ങിച്ച് സഫയർ എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. എന്റെ വീട്ടിലിരുന്ന് ഓൺലൈനിൽ ബിസിനസ് ചെയ്തു. ക്ലിയർ ആണല്ലോ? അപ്പോ നിങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ സിമ്പിളായ ഒരു മേഖലയാണ്. ഇത് പഠിച്ച് ചെയ്യണം. എന്താണ് സിമ്പിളായ ഒരു മേഖല? എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ആദ്യം ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കണം. ഞാനും വിജയിക്കും. എന്താണ്? ഞാനും വിജയിക്കും, വിജയിച്ചിട്ട് അവനെ കാണിച്ചു കൊടുക്കുമെന്ന് ഒരു സാധനം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ അവൻ പറഞ്ഞത് കേട്ടുകൊണ്ട് നടക്കലല്ല നമ്മളെ പരിപാടി. അവൻ പറയാണ് നമ്മുടെ ഭാര്യനെ കാര്യം ഒഴിവാക്കുന്നതാണ്, നമ്മൾ ഒഴിവാക്കുവോ? കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, നമ്മുടെ ഭാര്യനെ നമ്മുടെ വലുത്. അവൻ പറയണതല്ല. നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ നമുക്ക് ആരാന്റെ വീട്ടിൽ പോയി നിങ്ങോട്ട് നോക്കി അറിയാൻ പറ്റുന്ന പോലെ നമ്മൾ ആദ്യം സ്വയം നമ്മളിൽ ഒരു വിശ്വാസം വേണം. ഞാനിതിലെ വിജയിക്കും എന്നുള്ളത്. ഈ ഒരു സാധനം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കല്ലോ. പുതിയതായി വന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. കാരണം കമ്പനി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അതാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ ഈ കൊറോണക്ക് മുന്നേ കമ്പനിയുടെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് 2 കാര്യമാണ് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഒരു അറിവ്. അറിവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 കാര്യം. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് മോനെ, ലോകത്ത് വരാൻ പോകുന്ന മേഖല വെൽനസ് എന്ന് ആദ്യം പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ ജോലി ചെയ്തിട്ടോ കൂലിപ്പണി എടുത്തിട്ടോ ഗവൺമെന്റ് ജോലി എടുത്തിട്ടോ ആരെങ്കിലും നമ്മുടെ നാട്ടിൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ജീവിച്ചു പോയിട്ടുണ്ട് മാന്യമായി കുടുംബം നോക്കി. ഈ ഒരു ചോദ്യം അല്ല, അതിലുപരി ഒരു വാക്കും പറഞ്ഞ് ഇതിൽ 1 കോടി സ്ത്രീകൾ വരും എന്ന് പറഞ്ഞു. അന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ വെൽനസ് പ്രൊഡക്റ്റ് ഒക്കെയാണ്, ഡയർ സെല്ലിംഗ് ഒക്കെ. പക്ഷെ ഒരുപാട് ലേഡീസ് ഇത് വരുന്നതുകൊണ്ട് ഇതിലെ ലേഡീസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ലേഡീസ് ഡയമണ്ട് ഉണ്ടാവേണ്ട നമ്മളെ ടീമിലാണെന്ന് വിചാരിച്ചും കൊണ്ട് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഞാൻ ഫുള്ള് ഇപ്പോഴും ഞാൻ ഫോളോ അപ്പിനും വർക്കിനൊക്കെ പോയി. നമ്മളെ ടീമിൽ തന്നെ ഏറ്റവും കൂടുതൽ ലേഡീസും. അതും ബാക്കിയുള്ള കാര്യമല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു സംഭവം. നിങ്ങളൊക്കെ ലേഡീസ് ഒരുപാടുണ്ട്. ഇത് ചെറിയൊരു കാര്യമല്ല. അത് ഇച്ചിരി ജനസിനെ പറ്റൂല എന്നല്ല,
ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ കാര്യം? 1 കോടി സ്ത്രീകൾ വരും എന്ന് പറഞ്ഞു. ഇന്ന് സ്റ്റാർ 1000 റൂബിയായി നിങ്ങൾ BOPയുടെ പോസ്റ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? റൂബി, പേള്, എമറാൾഡ്, സഫയർ ഒക്കെ ഇതൊക്കെ ലേഡീസ് അല്ലേ? അപ്പൊ അവരൊക്കെ വന്നും കൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആലോചിക്കുകയാണ് ഇതിനെ കുറിച്ചിട്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഫുള്ള് നെഗറ്റീവ് വേണം, നെഗറ്റീവ് ഒഴിവാക്കണം, ഫുള്ള് പോസിറ്റീവ് ആവണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ന് ബിസിനസ് ചെയ്തു 65 ലക്ഷം രൂപ നമ്മൾ വരുമാനം വാങ്ങിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നിങ്ങളുടെ ഉള്ളിൽ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത്. കാരണം ഏതെങ്കിലും ഒരു മേഖല ഈ ഒരു പോയിന്റ് പഠിച്ചാൽ മതി, വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ഞാൻ ബാങ്കിലെ മാനേജറാണ്. എന്റെ ഇപ്പുറത്തൊരു സ്റ്റാഫ് ഉണ്ട്, ഇപ്പുറത്തൊരു സ്റ്റാഫ് ഉണ്ട്. ഞാൻ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ അവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് ആക്കിക്കൊണ്ട് എനിക്കൊരു താല്പര്യമില്ല. കാരണം ഞാൻ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ അവര് രണ്ടുപേരും ബാങ്കിലെ മാനേജറായി പിന്നീടുള്ള പേരൊക്കെ അവർക്കായിരിക്കും. യെസ് ഓർ നോ? ഞാൻ പോലീസുകാരനാണ്, രണ്ട് SI ഉണ്ട്. ഞാൻ ഇവരെ രണ്ടാളെയാണ്, ഞാൻ ഇങ്ങനെയാണ് പരീക്ഷ എഴുതി പാസ്സായി 2 SIന് ഇത് പഠിപ്പിച്ച് ഞാൻ റിട്ടയർഡ് ആയി അയാൾ SI കഴിഞ്ഞാൽ എന്റെ വില പോയി, അവർക്കാവും വില. പക്ഷെ ഈ ഒരു മേഖലയുടെ പ്രത്യേകത, നിങ്ങൾ ഇൻഡസ്ട്രിയിലൂടെ എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആവുന്നു, നിങ്ങൾ കൊണ്ടുവരുന്നവരും എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആവുന്നു, നിങ്ങൾക്കും വിലയുണ്ട്, കൊണ്ടുവന്ന ആൾക്കും വിലയുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിമ്പിളായ മേഖലയാണെന്ന് ഇത് പറയാൻ നിങ്ങൾ ചെയ്യാൻ റെഡിയാണോ? വളരെ സിമ്പിളാണ്. ഇത്ര സിമ്പിളായ മേഖല ഭൂമിയിൽ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? മിക്കവാറും ആൾക്കാരും ഈ പ്ലാൻ കേൾപ്പിക്കുന്നത് ഒരു പരിചയമില്ലാത്ത എവിടെയെങ്കിലും കണ്ടുവച്ച ഒരാളോട് ഒരൊറ്റ അടിക്കാണ്ട് കയറി പറയും, അനക്ക് എന്താ പരിപാടി, എന്താ എന്റെ കൂടെ വായോ, ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറയും. ഇതാണ് എല്ലാവർക്കും സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു അക്ഷരം ഒരാളും പറഞ്ഞു പോകരുത്. വിജയിക്കാനുള്ള ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടാ. ഒരിക്കലും പറഞ്ഞു പോകരുത്. 2, ഒരു ബന്ധമില്ലാത്ത ആളോട് ഈ അവസരം പറയരുത്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കണം, നിങ്ങളൊരു ജില്ലറി ഇട്ടു, അതില് നിങ്ങൾ അവിടെ നല്ല കച്ചവടം നടക്കുന്നു, നിങ്ങൾ അവിടെ മാനേജറായിട്ട് വെക്കുന്നത് നിങ്ങളുടെ പെങ്ങളുടെ മക്കളെ ആയിരിക്കുമല്ലോ. അല്ലാതെ റോട്ടിലൂടെ കാജാപിടി വലിച്ചു കിടക്കുന്ന ഒരാളെ വെക്കോ? അയാൾ ഇതൊക്കെ പൂട്ടൂലേ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട എന്താണ് എങ്ങനെയാണ് വേണ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുക? ആർക്കെങ്കിലും അറിയോ? സിമ്പിൾ ആണ്. ഞാൻ ഇപ്പൊ ഇവിടെ ഇനി ഇരിക്കുകയാണ്. പെട്ടെന്ന് എന്റെ അമ്മ അവിടെ അത് വീണു, കാലും. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ആർക്കാ വിളിക്കുക? എനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളല്ലേ വിളിക്കുക. എനിക്ക് സാമ്പത്തിക പ്രശ്നം വന്നു, ഞാൻ ആദ്യം ആർക്കാ കോൾ ചെയ്യുക? എടാ രാധ അല്ലെങ്കിൽ വൈജോ, എടാ അത്യാവശ്യമാണ്, ഒരു 10,000 രൂപ നീ ഒന്ന് അർജന്റ് ആയിട്ടുണ്ട് ഗൂഗിൾ പേ ചെയ്യും. ശിവട്ടെ ഞാൻ ഇപ്പൊ ചെയ്യാം. ഇത് നമ്മുടെ വേണ്ടപ്പെട്ടവരാണ്. ഇതേപോലത്തെ ആൾക്കാരുണ്ടാവും. റസാഖ് ഒരു 10,000 രൂപ ഉണ്ട് ഗൂഗിൾ പേ ചെയ്യും. ഇത് എന്തിനാന്ന് ചോദിക്കുന്നവരുണ്ടാവും. എപ്പോ തരും എന്ന് ചോദിക്കുന്നവരുണ്ടാവും. പോലും നമ്മളെ രണ്ടാമത്തെ കാറ്റഗറിയാണ്. നിങ്ങൾക്കുണ്ടല്ലോ അങ്ങനെ വേണ്ടപ്പെട്ട 2 ഫ്രണ്ട്സുകൾ. സിമ്പിൾ അല്ലേ? ഈ 2 വ്യക്തികൾക്ക് ഈ അവസരം ഒന്ന് പരിചയപ്പെടുത്തണം. അതിനെന്താണ് ഈ കമ്പനിയിൽ പ്രശ്നമുള്ളത്? വല്ല നഷ്ടസാധ്യതയുണ്ടോ? ഹലോ, ഞാൻ ചോദിക്കുന്നത് സത്യമല്ലേ? ഒരു നഷ്ടസാധ്യതയും ഇല്ലല്ലോ. അതാണ് എ കാറ്റഗറി. നമ്മൾക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സ് ആണ് അവര്. അവരെ BOP കേൾപ്പിക്കണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്തുണ്ട്, ഒരു കാരണവശാലും ഇൻഡസ്ട്രി, വായ്പാൽ, സൈക്കോഫി ഒന്നും പറയരുത്. എന്തെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞിട്ട് വേണം അവരെ അങ്ങോട്ട് കൊണ്ടുവരാൻ. ചില ആൾക്കാർ പറയും, BOP സാറിലേക്ക് എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടുവരായിരുന്നില്ലേ? അപ്പൊ നമ്മൾ പറയും, ഞാൻ പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച, മാഡം ഇങ്ങനെ സത്യം പറഞ്ഞ ഞങ്ങൾ വരുമോ? അപ്പൊ എന്തിനാ കളവ് പറഞ്ഞു? അപ്പൊ കളവല്ലല്ലോ മാഡം, ഇങ്ങനെ ഒരു വിസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടുവന്നതാണ്. അപ്പൊ നിങ്ങളുടെ നാട്ടിലെ വിസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഒരാളെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾ ഇവിടെ ഇല്ലേ? ഇത് സത്യമാണോ എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ്. ഗൾഫിലോട്ട് കൊണ്ടുപോകുന്നു, പൈസ കൊടുക്കുന്ന നമ്മുടെ നാട്ടിൽ ആരെങ്കിലും കയ്യിൽ 2 ലക്ഷം രൂപ കൊടുക്കുന്നു. അത് അവര് എന്താ ചെയ്തെന്ന് നമുക്കറിയില്ല. ഗൾഫിൽ പോകുന്നു, ആ പറഞ്ഞ പണി കിട്ടുന്ന വല്ല ഉറപ്പുണ്ടോ? എന്ന് തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ടോ? വീട്ടുകാരെ ഡെയിലി കാണാൻ പറ്റുന്ന വല്ല ഉറപ്പുണ്ടോ? ഓരോ ഉറപ്പുമില്ല. അപ്പൊ എത്ര ലക്ഷം ഉറുപ്പ്യ കൊടുത്ത് ആരെ കയ്യിലെ പൈസ കൊടുത്തത്? പറഞ്ഞ പണിയും കിട്ടില്ല, വീട്ടുകാരെയും കാണാൻ പറ്റില്ല, അവിടെ കിടന്ന് 2-2.5 കൊല്ലം കഷ്ടപ്പെടുന്നു. ഇവിടെ എന്താ ചെയ്യുന്നത്? 35,200 കൊടുത്ത് 12 പ്രൊഡക്റ്റും കിട്ടി, 6,000 രൂപയും കിട്ടി, പ്രൊഡക്റ്റ് കഴിച്ച ആരോഗ്യം കിട്ടി, വിറ്റ പൈസയും കിട്ടി. ഇതിലൂടെ ആഴ്ചയിൽ 2.5 ലക്ഷം രൂപ വരുമാനം മേടിക്കാം. ഇത് ആരെ കൂടെ നിന്ന് മേടിക്കാം? അവിടെ ഏജന്റിന്റെ കൂടെ കൊടുത്താൽ ഫോൺ വിളിച്ചാലേ എടുക്കൂല. ഇവിടെ നിങ്ങളുടെ അപ്ലൈനിന്റെ കൂടെ പൈസ കൊടുത്തത്, പ്രോഗ്രാം കേട്ടതൊക്കെ നിങ്ങൾക്ക് എല്ലാ ദിവസവും 3 നേരം 5 നേരം 10 നേരം നിങ്ങളുടെ അപ്ലൈൻ ലീഡറെ വിളിച്ചുകൊണ്ടേയിരിക്കാം. ഇതെല്ലാം പോസിറ്റീവാണ്, കണക്റ്റഡ് ആണ്. അല്ലേ? എസ് ഓർ നോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? അവരെ പ്രോഗ്രാമിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ ആ മാഡത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ മാഡം എന്റെ കൂടെ ഇന്നലെ ഉണ്ടായ സംഭവമാണ്, വിടാതെ എന്റെ നേരെ ഞാൻ ഒറ്റ ചോദ്യം, മാഡം നിങ്ങളും ഹസ്ബൻഡും കൂടി തല്ലുകൂടിയാണ്. അങ്ങനെ നിങ്ങൾ തല്ലുകൂടി പിരിയാണ്, ഹസ്ബൻഡും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോ ഞാൻ എൻ്റെ അപ്പോഴുള്ള ജീവിതേ ഇല്ലാന്ന്. അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് കയറി വരുന്നത്. മാഡം ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കണം.
അപ്പൊ എന്താ അവിടെ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോ നിങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല മാഡം അത് അങ്ങനെയല്ല, അത് ഞാൻ കണ്ടാണ് സലാംക്ക ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ ഓ ഇത്ര ഉള്ളൂ ഇല്ലേ കാര്യം. അപ്പൊ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കളവ് പറയുന്നോണ്ട് വല്ല കുഴപ്പമുണ്ട്. ഞാനൊരു കളവാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ കിട്ടിയില്ല വെച്ച് ആ കിട്ടി. ഇന്ന പോലെയാണ് ഈ അവസരം. നമ്മളൊരു ചെറിയ കളവ് പറഞ്ഞത് പ്രിവിലേജ് സെല്ലിൽ കൊണ്ട് എന്താ പ്രശ്നമുള്ളത്? അത് കളവാണോ? അല്ല, അയാൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാനാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഹലോ സാറിനോ നിങ്ങളൊക്കെ അങ്ങനെ വന്നവരല്ലേ? അപ്പൊ നെഗറ്റീവ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. ഫുൾ പോസിറ്റീവ് ആയിരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിളിക്കാവോ, എല്ലാത്ത രീതിയിൽ വിളിക്കരുത്. എല്ലാത്ത രീതിയിൽ വിളിച്ചാൽ അവർ ബിസിനസ് ചെയ്യൂല എന്ന് മാത്രമല്ല അവർക്ക് ആവശ്യം ഉണ്ടാവൂല. എന്നെ അന്ന് മരമെടുക്കാനാണെന്ന് പറഞ്ഞ് എന്റെ കൈപ്പത്തി ഇവിടെ പിടിച്ച് കൊണ്ടത് കൊണ്ടല്ലേ ഇന്ന് കഴിഞ്ഞ 2 മാസം മുന്നേ ബിസിലൂടെ 4,18,000 രൂപ വരുമാനം വാങ്ങിച്ചു. ഞാൻ വരുമാനം വാങ്ങിച്ചു എന്നല്ല, നമ്മളെ കൂടെ വന്ന എല്ലാവർക്കും വരുമാനം കിട്ടുന്നു. ഇത് ഈ കമ്പനിയുടെ ഒരു വൈബ്രന്റ് സിസ്റ്റമാണ്. എന്റെ കൂടെ പഠിച്ച ഡിഗ്രിയും ബികോമും ഒക്കെ കഴിഞ്ഞ ആൾക്കാർ ഇപ്പൊ വീടിയും താടിയും വെച്ചെടുക്കുക. നമ്മളിപ്പോ രാവിലെയും പൈസ ഉണ്ടാക്കുന്ന കാര്യവും ആരോഗ്യം ഉണ്ടാക്കുന്ന കാര്യവും നെഗറ്റീവ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ വേണം അവരെ വിളിക്കാൻ. വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട. BOP സെല്ലിലേക്ക് എത്തിക്കാൻ ഒരു ടെക്നിക്ക് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ചെറിയ കാര്യങ്ങളുള്ളൂ. വലിയ കല്ല് തട്ടിട്ട് ആരെങ്കിലും നമ്മുടെ നാട്ടിൽ മറിഞ്ഞു വീണിട്ടുണ്ടാ? മറിഞ്ഞു വീഴാന്ന് പറഞ്ഞാൽ കണ്ണൂര് തച്ചുത്തി വീഴ എന്തായാലും പറയാം അവിടെ. എനിക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കണ്ട അവർക്ക്. അതാണ് ടെൻഷൻ എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ, മലപ്പുറം ആയതുകൊണ്ട്. ചെറിയ കല്ലുകൾ ചവിട്ടിയിട്ടല്ലേ നമ്മൾ തള്ളവരല് ചവിട്ടിയാണ് വീഴാൻ പോകുന്നത്. അതെ, അപ്പൊ ചെറിയ കാര്യം കൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ്സിൽ പുറകോട്ട് പോകുന്നത്. അപ്പൊ നമ്മളെ വേണ്ടപ്പെട്ടവർ വിളിക്കുന്നു. വിളിക്കേണ്ട രീതി എന്താണ് അത് നിങ്ങൾക്ക് ഐഡിയ അറിയോ? ഒരു ടെൻഷനും അടിക്കണ്ട. ആ വ്യക്തി എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി നിങ്ങളുടെ അപ്ലൈൻ ലീഡർക്ക് നിങ്ങൾ വിളിച്ചു പറയണം. ഞാൻ എൻ്റെ ആത്മാർത്ഥ വ്യക്തിയെ വിളിക്കുന്നുണ്ട്, ഇന്ന വർക്കാണ്, ഞാൻ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് നിങ്ങളുടെ ആത്മാർത്ഥ കൂട്ടുകാരോട് പറയണം, നിങ്ങളുടെ അപ്ലൈനോട് പറയണം. അപ്ലൈന് പറയൂ അദ്ദേഹത്തെ എങ്ങനെ വിളിക്കണം എന്ന്. എന്നെ പ്ലാൻ കേൾപ്പിച്ച കഥ ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്കും വേണമല്ലോ 2 പേര്. അപ്പൊ ഈ 2 പേരെ ഞാൻ കൊണ്ടുവരണ്ടേ? അപ്പൊ എന്റെ ലീഡർ കാണിച്ചു തന്ന വഴിയല്ലേ ഞാൻ ചെയ്യുള്ളൂ. എന്റെ ലീഡർ കാണിക്കാത്തൊരു വഴി ഞാൻ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇത് ആകെ പൊട്ടത്തരായി മാറും. ഞാൻ പറയും കടപ്പുറത്ത് ഞണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞണ്ട് എന്ന് മനസ്സിലെ ഈ ഞണ്ട് പോണോടത്തേക്ക് ഞണ്ടിന്റെ കുട്ടികളും പോകും. നമ്മൾ കാലിന്റെ പാദം ഒച്ച ഇട്ടാൽ രാത്രി അതിനെ കണ്ടു പോകും. ഇന്ന പോലെ ഞാൻ എന്റെ ഒരു ആത്മാർത്ഥ കൂട്ടുകാരനെ ചെയ്തത് ഇങ്ങനെ തന്നെയാണ്. ചന്ദ്രേട്ട എവിടെയുള്ള ആത്മാർത്ഥ കൂട്ടുകാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് ഞങ്ങൾ കരാട്ടൊക്കെ പഠിച്ച് ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്ത ആൾക്കാരാ എന്റെ അപ്പൊ എത്രമാത്രം ബന്ധമുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ഇത് മൊത്തം കൊളാവൂലേ, തെറ്റിപ്പോകൂലേ? അപ്പൊ ആത്മാർത്ഥ കൂട്ടുകാരനെ ബിസിനസ്സിൽ കൊണ്ടുവരണം. ഞാനും ഉപയോഗിച്ചൊരു ടെക്നിക്ക് ഇങ്ങനെയാണ്. ഞാൻ ചന്ദ്രേട്ട നിങ്ങൾ എവിടെ ഉള്ളത്? ഒറ്റ കോളാണ്. അപ്പൊ എന്തെന്ന് വെച്ച് ഞാൻ അർജന്റായിട്ട് ഒരു കാര്യം പറയാനാ. ചന്ദ്രേട്ട ഞാൻ ആശാരിപ്പണിയൊക്കെ നിർത്തിയിരിക്കണ്, എനിക്ക് കുറച്ച് പൊളിയും കൂടി ഉണ്ടാകും. പൊളി എന്ന് പറഞ്ഞാൽ പാളി, കണ്ണൂര് ജനൽപ്പാളി, ഈ സാധനം മനസ്സിലായില്ലേ? കുറച്ച് ഫിറ്റിങ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പണി നിർത്തിയിരിക്കണ്. അതുകൊണ്ട് ചന്ദ്രേട്ടന് വേണമെങ്കിൽ ഞാൻ ആ വർക്ക് ഏൽപ്പിച്ച് തരാം. എല്ലാവരും 450 രൂപക്ക് എടുക്കുന്നത്, ചന്ദ്രേട്ടന് 470 വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരാന്ന് പറഞ്ഞു. ഒന്ന് ഫിറ്റാക്കിയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുമ്പോ ശ്രദ്ധിക്കണേ, പോയിന്റുകൾ പഠിക്കണം. ടേപ്പ് എടുത്തോളൂ ചന്ദ്രേട്ട, ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒരൊറ്റ കട്ടാക്കല്, വേറെ ഒന്നും പറഞ്ഞില്ല. ഇത് എന്ന് പറഞ്ഞു? ഞായറാഴ്ചയാണ് വിയോപിച്ചാൽ ഞാൻ വെള്ളിയാഴ്ച വിളിച്ചു പറഞ്ഞു 2 ദിവസം മുന്നേ. ഇങ്ങനെ തന്നെ ചെയ്യണം നിങ്ങള്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളിത് വെള്ളിയാഴ്ച പറഞ്ഞിട്ടല്ലോ ഞായറാഴ്ചക്കുള്ള സംഭവം. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത പരിപാടി എന്താണ്? ശനിയാഴ്ച ഉച്ചക്കൊന്ന് വിളിച്ചു. ഭയങ്കര രസകരമായ കോളാണ്. ചന്ദ്രേട്ട ഞാൻ അങ്ങോട്ട് വരണോ നിങ്ങൾ ഇങ്ങോട്ട് വരണോ? അപ്പൊ ആ ആള് വരുന്നുണ്ടോ ഇല്ലേന്ന് അതിന്ന് മനസ്സിലായി. ഞാൻ അങ്ങോട്ട് വന്നോളാം. അതിന്റെ പതില് ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. നിങ്ങൾ വരുമോ വരൂലേ എന്ന് ചോദിക്കാൻ പാടില്ല, അത് പൊട്ടത്തരാണ്. അത് നെഗറ്റീവ് ഉള്ള ആൾക്കാരാണ് ചോദിക്കുക വരുമോ വരൂലേന്ന്. നിങ്ങളിവിടെ ഇല്ല. സിമ്പിൾ കാര്യങ്ങളാണ്. ഞാൻ ആ കല്ല് വീണ കഥയാണ് പറയുന്നത്. ഈ രീതിയിൽ ഞാൻ ചോദിച്ചപ്പോ ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ ആ വരും എന്നുള്ള കാര്യം മനസ്സിലായി. എങ്ങനെ വിളിക്കേണ്ട ടെക്നിക്ക് ഒന്നും മനസ്സിലായി. എന്റെ സുഹൃത്തിനെ വിളിച്ച കഥയാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അവര് വളരെ ഹാപ്പിയാണ്. അപ്പൊ ഈ രീതിയിൽ പറഞ്ഞു. ഇനി എന്താ സംഭവിക്കുന്നത്? മിക്കവാറും ആൾക്കാർക്കും പറ്റുന്ന തെറ്റ് ഇത്. എത്ര പഠിക്കാൻ ഞാൻ കണ്ടത് ഇത്രേ പഠിക്കാനുള്ളൂ. ഇനി അവിടെ പറ്റുന്ന ഒരു തെറ്റെന്താണ്? 4 മണിക്കാണ് VOP സെന്റർ തുടങ്ങുന്നത്. അപ്പൊ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ഒരു 4 മണി ആകുമ്പോൾ വരുമോ? ആ വിളി തന്നെ പോയി. 4:02 വരികയാണെങ്കിൽ നിങ്ങൾ കല്യാണത്തിന് പോവാണ്, മുഹൂർത്തം അതേപോലെ മഹല് കെട്ടല്, ഈ സമയത്ത് എത്തിയാലല്ലോ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ 4 മണിക്കാണ് പ്രോഗ്രാം. നിങ്ങൾ വിളിക്കേണ്ടത് 3:30 മണിക്കാണ്. 4 മണിക്കല്ല, അരമണിക്കൂർ നേരത്തെ വിളിച്ച് സെറ്റ് ചെയ്യണം. ആ 3:30 മണിക്ക് മട്ടന്നൂർ ടൗണിൽ വരണം. നിങ്ങൾക്ക് അറിയാം അദ്ദേഹം 3:30 പറഞ്ഞ 4 മണിക്ക് വരുള്ളൂ എന്ന് അറിയുന്ന ആളാണെങ്കിൽ 1 മണിക്കൂറും കൂടി നേരത്തെ കൂട്ടി പറഞ്ഞോളൂ.
നിങ്ങൾ അതിന് മുന്നേ ആ പ്രോഗ്രാം സെന്ററിന് അവിടെ എത്തണം. അപ്പൊ അരമണിക്കൂർ മുന്നേ ഒരു കോള് ചെയ്യണം. എന്താണ് ആ കോള്? ഞാനിവിടെ ഉണ്ടിട്ട ഇന്ന ബിൽഡിങ്ങിന്റെ ചോട്ടുണ്ട്, അപ്പോഴും പോന്നോ പോന്നില്ല എന്ന് ചോദിക്കരുത്. ഹലോ, എന്ത് രസാച്ചിട്ട് പരിപാടി. നമ്മൾ മട്ടന്നൂര് അവിടെ പോയി നിൽക്കുന്നു, നമ്മള് വീട്ടിലാവൂട്ടാ, അത് വേറെ കാര്യം. ഞാൻ ബിൽഡിങ്ങിന്റെ ചോട്ടുണ്ട് എന്നൊരൊറ്റ വാക്ക് പറയണം. അപ്പൊ ചിലപ്പോ അദ്ദേഹം 3:30 മണിക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചെറിയ തെറ്റ് ഞാൻ തിരിച്ചു തരാം. ചിലപ്പോ അദ്ദേഹം വന്നിരിക്കുന്നു, അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുന്നിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ ആരെങ്കിലും ഒരാള് ഈ മേഖലയിൽ ചെയ്യുന്ന ഒരാളെ അവിടെ വെച്ച് കാണാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കുറെ ഫാന്റും കോട്ടും ടൈ ഒക്കെ ഇട്ട ആൾക്കാരെ കണ്ടാ തോന്നുന്നത് എന്തോ ഒരു പരിപാടിയാണ്. ഇത് നല്ല പരിപാടിയാണെന്ന് ഇത് കേട്ടാലല്ലേ നമുക്ക് അറിയുള്ളൂ. അതിന്റെ മുന്നേ അറിയോ? അറിയൂല. അപ്പൊ എന്താ ചെയ്യുന്നത്? വേഗം അദ്ദേഹം വന്ന്, നിങ്ങൾ 3:30 മണിക്കാണെങ്കിൽ ലേഡീസ് ഒക്കെ ആണെങ്കിൽ തൊട്ടടുത്ത് വല്ല സ്പ്രേ ഒക്കെ വെക്കുന്ന ആ കടയിൽ കയറുക, അവനെ കൂട്ടിയിട്ട് എന്നിട്ട് എല്ലാതൊക്കെ ഒന്ന് എടുത്ത് അടിച്ചു നോക്കുക. നിങ്ങളൊന്നും മേടിക്കേണ്ടെന്നേ, വെറുതെ അതിനെ വെറുതെ കിട്ടുള്ളൂ. ഇത് ഏതാ മോഡല്? ഇത് മറിയാണോ അതാണോ എന്നൊക്കെ ഒന്ന് അടിച്ചു നോക്കുക. ഒരു 10-20 മിനിറ്റ് അവിടെ കളയുക. നമ്മളൊക്കെ ആണെങ്കിൽ നേരെ കടയിൽ കയറുക, ഒരു 50 ചിപ്സ് പറയുക, അല്ലെങ്കിൽ ഒരു ഉള്ളിവടിയും ചായയും മേടിക്കുക. അത് മെല്ലെ ഇരുന്നിട്ട് ടൈം വാച്ചിലേക്ക് നോക്കിയിട്ട് മെല്ലെ കറക്റ്റ് ആയിട്ട് ആ ഉള്ളിവടിയും ചായയും കുടിക്കുക. ലേഡീസിന് വേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്, പുരുഷന് വേണ്ട കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറയുന്നത്? ഞാൻ വിജയിക്കുള്ള ഐഡിയ പറഞ്ഞു തരികയാണ് കേട്ടാ. അല്ലാതെ എന്താ ഇതിലൊക്കെ പഠിക്കാനുള്ള? ഇതിലെ പരീക്ഷ എഴുതാനൊന്നുമില്ല, ഇതിലെ കുറെ ഇംഗ്ലീഷ് എഴുതാനൊന്നുമില്ല, ടീച്ചറെ മുഖത്ത് നോക്കാനൊന്നുമില്ല. ഓക്കെ, ആ ഉള്ളിവടിയും ചായയും കുടിച്ച് മെല്ലെ ആ VOP 4 മണിക്കാണെങ്കിൽ ഒരു 3:50 നിങ്ങൾ പരിചയമുള്ള ആരെങ്കിലും ഹോളിൽ ഉണ്ടെങ്കിൽ ചുമ്മാ ഫോണൊന്നും എടുത്തിട്ട് എന്തായി പ്രൊജക്ടർ സെറ്റ് ചെയ്യുന്നില്ല, ശരി, ഒരു 10 മിനിറ്റ് സമയമുള്ളൂ. ആ ഉള്ളിവടി ചായയും കുടിച്ചതിന്റെ പൈസ ആര് കൊടുക്കണോ? 20 ഉറുപ്പ്യല്ലേ കൊടുക്കണ്ടുള്ളൂ. അവിടെ എത്ര? 12? 24 ഉറുപ്പ്യങ്ങൾ കൊടുക്കേണ്ടി വരും. കൊടുത്തോളി സുഹൃത്തുക്കൾ. ആഴ്ചയിൽ 2.5 ലക്ഷം ഉറുപ്പ്യ കിട്ടും. അയാളെ വന്ന് ബിസിനസ് പറപ്പിക്കും. നിങ്ങൾക്ക് ഓടാൻ വയ്യ, നമ്മളെ കൂടെ വരുന്നവർ ഓടും ചിലപ്പോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ പൈസ കൊടുത്ത് അവന്റെ കയ്യും പിടിച്ചാൽ നിങ്ങളുടെ ഉള്ളിവടിയും ചായയും വയറ്റിലായതുകൊണ്ട് അവൻ പുറകിലോട്ട് പോകുമോ? അവന്റെ ചായ ഉള്ളിവടിയും കുടിച്ചാൽ പോവാതിരിക്കണത് മോശമല്ലേ എന്ന് കരുതിയിട്ട് അവിടെ ഇരിക്കൂലേ? അപ്പൊ നമ്മളത് പറ്റുന്ന അവിടെയും പറ്റുന്ന ഒരു ചെറിയ തെറ്റ്. അപ്പൊ അവിടെ വരെ എത്തിച്ച് നമ്മൾ ഇട്ടാ, നിങ്ങൾ നോക്കി എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ എത്തിച്ചത്. നമ്മളൊരു പെൺകുട്ടിനൊക്കെ പ്രേമിക്കുകയാണെങ്കിൽ എന്തായാലും 2, 3, 4, 5, 6 കൊല്ലം ഓടണം. ഫേസ്ബുക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ വേണ്ടുള്ളൂ. പക്ഷെ 1 മിനിറ്റിനുള്ളിൽ പോവും ചെയ്യും, തിരിച്ചും പോകും ഓലെ പേരിലേക്ക് തന്നെ. ശരിയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണ്? മെല്ലെ ചുളിവില് അവിടെ കയറ്റിയിരുത്തുമ്പോൾ ശ്രദ്ധിക്കുന്നതാണ് മിക്കവാറും ആൾക്കാരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു പൊട്ടത്തരാണ്. ജീവിതത്തിൽ അത് കോളൊക്കെ അവിടെ ഇരുന്നെടുക്കും. ആ വരുന്ന കോളൊക്കെ നെഗറ്റീവ് ആവും. എന്തിനാ കളാപ്പ, അല്ലെങ്കിൽ മൂത്തച്ചി, അല്ലെങ്കിൽ നാത്തൂനി, അടജി അവിടെ മില്ലി പോകാണ്ട് മുളക് പൊടിപ്പിക്കാണ്ട് അതൊന്നും എടുക്കരുത്. ആര് വിളിച്ചാലും എടുക്കരുത്. നമ്മൾ ഫുൾ സീരിയസ് ആവണം. അവനെ കാണിച്ചിട്ട് ആ ഫോൺ നമ്മൾ കട്ടാക്കണം. ആ ഫോൺ നമ്മൾ തിരിച്ചു വിളിക്കണം. ആരപ്പ നമുക്ക് വിളിക്കാണ്ടാവുക? 2 ലക്ഷം ഉറുപ്പ്യ തരാൻ ആരും വിളിക്കുവോ? ആരും വിളിക്കൂല. അപ്പൊ അവനെ കാണിച്ചിട്ട് അയാളെ കാണിച്ച് ആ ഫോൺ കട്ട് ചെയ്യുമ്പോ ഇദ്ദേഹം മനസ്സിലാക്കും, ഇതിൽ എന്തോ ഒരു സീരിയസ് ഉണ്ടല്ലോ, ഇദ്ദേഹം ഫോൺ അടക്കം കട്ടാക്കാം. അത് അവരെ കാണിച്ച് തന്നെ കട്ടാക്കണം. ഞാനൊക്കെ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നിങ്ങളും അവരെ അങ്ങോട്ട് സീറ്റിലോട്ട് കയറ്റിയിരുത്തി നിങ്ങളും അവിടെ കറക്റ്റ് ആയിട്ട് ഇരിക്കണം. ഇതെന്തിനാണ് ഈ സമയമൊക്കെ നിങ്ങളോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നത് ചോദിച്ചാൽ ശ്രദ്ധിക്കണം. അവിടെ ആ പ്രോഗ്രാമിൽ കാണിക്കുന്നില്ല ഇത്ര കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യനെ ജീവിക്കാൻ ഇത്ര രൂപ വേണമായിരുന്നു, അവിടുന്ന് ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ഇത്ര രൂപ. ഇത് തമാശക്ക് പറയുന്നതല്ല, ഇത് സത്യമായ കാര്യമാണ്. ഈ സാധനം തലയിൽ കയറിയാലല്ലേ അവർക്ക് ഈ ബിസിനസ് ചെയ്യാനുള്ള മൂടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വരുന്ന വൈക്ക് റൈറ്റ് 2, ലെഫ്റ്റ് 2, അത് മറ്റേതാണ് അറിയും. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇതാന്ന് അവർക്ക് അറിയില്ല. ഇത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇത് കേൾപ്പിക്കാനാണ് കൃത്യസമയത്ത് എത്താൻ പറയുന്നത്. ഇത് എത്തിച്ചു കഴിഞ്ഞാൽ പ്ലാൻ കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും നോ പറയും. മക്കളെ, രക്ഷപ്പെടാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടാറുണ്ടോ? ഇന്ന് നമുക്ക് രക്ഷപ്പെടാൻ ആഗ്രഹത്തിനനുസരിച്ചുള്ള അവസരമാണ് പടച്ചവനായിട്ട് ദൈവമായിട്ട് നമുക്ക് കൊണ്ടെന്നുള്ള ഈ അവസരം. ഇത് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? ഇത്രേ ചെയ്യാനുള്ളൂ. ഈ പ്ലാൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്. ചെയ്യോ ഞാൻ പറഞ്ഞാല്? ഹലോ, ഒന്ന് തലമുണ്ടെങ്കിൽ ആട്ടുവോ? സിമ്പിൾ ആണ്. ആ വ്യക്തി ഇങ്ങനെ പ്ലാൻ കേൾക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആക്കി എങ്ങനെ ഉണ്ടാവും? ഈ ചെക്കങ്ങയുടെ കൂടെ ഞാൻ നിൽക്കണെന്ന് തോന്നും. ശരിയല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? അവിടെ പ്ലാന് 2:30 പറയുമ്പോ എന്താ പ്രശ്നം? ഒരു കയ്യടി നിങ്ങൾ അടിക്കണം, ഒരു ടെൻഷനും അടിക്കണ്ട, നല്ല കാര്യല്ലേ? അപ്പൊ നിങ്ങൾ അങ്ങനെ നോക്കും, എന്താ ഇപ്പൊ നാട്ടിൽ കയ്യടിക്കാത്താലും ഇവിടെ കയ്യടിക്കുന്നു. അപ്പൊ ഓനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ കൂട്ടുകാരനക്കും മനസ്സിലായി. അപ്പൊ നമ്മൾ അടിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അവനും അടിക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ചോളിട്ട്, അതൊരു പാടാണ്. ഇതൊന്നും എവിടെയും ഒരു കോളേജിലും പഠിപ്പിച്ചു തരില്ല. നമ്മൾ അടിക്കുന്നെങ്കിൽ ചില ആൾക്കാർ അടിക്കൂല, കൈ ഇങ്ങനെ കെട്ടിയിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലായിക്കോളൂ, ആ കൂട്ടുകാരന്റെ തലയിൽ ഇത് കേറിയിട്ടില്ല എന്നാണ് അതിന്റെ സത്യം. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി.
അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ മുട്ടും കൈ കൊണ്ട് ഇങ്ങനെ മെല്ലെ ഒരു മുട്ടൊക്കെ മുട്ടണം, അവനെ എണിപ്പിക്കണം. അടുത്ത 2 ലക്ഷം ഐപ്പൾസ് വരുമ്പോൾ അടുപ്പിക്കും. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ആ പ്രോഗ്രാം തീരുമ്പോൾ തന്നെ അവനെ കൊണ്ടൊന്ന് അടുപ്പിക്കണം, കൈ അടുപ്പിക്കണം. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെട്ടിക്കണോന്ന് നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പെണ്ണൊക്കെ കാണാൻ പോയാൽ കണ്ടില്ല, പെണ്ണ് പേരെന്താന്ന് ചോദിച്ചാൽ ആ കാലിന്റെ നാം കൊണ്ട് ഇങ്ങനെ വട്ടിടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല ഏകദേശം ഇഷ്ടപ്പെട്ടിക്കണെന്ന്. ഇതേ സൂചന തന്നെയാണ് അവിടെ ഈ സാധനം. ക്ലിയർ ആയ പറഞ്ഞ പോയിന്റ്? ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർ തന്നെയാണ്, ഞാനും അങ്ങനെ ചെയ്ത. ഞാൻ അങ്ങനെ ഇത് കേൾക്കുമ്പോ കാലോണ്ട് ഇങ്ങനെ ഇട്ടിട്ട് അടിക്കുന്നുണ്ട്. കാരണം 2.5 ലക്ഷം ഉറുപ്പിക ഇട്ടല്ലേ. അപ്പൊ പൈസ ആർക്കും ആവശ്യമില്ലാത്തത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിന്റെ ലീഡർ അവിടുന്ന് മനസ്സിലാക്കി. ഈ സാധനം നിങ്ങൾ അവിടെ പിടിച്ചെടുക്കണം. അതിനുള്ള പരിപാടിയാണ് ഈ കയ്യടി. നിങ്ങൾ എല്ലാവരും ചെയ്യൂലേ? കൈയടിക്കാൻ നമുക്ക് വല്ല മുതൽ മുടക്കുണ്ടോ? വല്ല നഷ്ടസാധ്യത ഉണ്ടോ? ഒരു നഷ്ടസാധ്യത ഇല്ല. വീട്ടിൽ പോയിട്ട് ഭർത്താവോ വരുമ്പോ അല്ലെങ്കിൽ ഭാര്യ വരുമ്പോ നമ്മൾ കൈയടിച്ച അവൾക്ക് വട്ട് തുടങ്ങി അറിയും. അപ്പൊ അതിന്റെ നമുക്ക് അടിക്കാൻ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് അടിക്കണം, ആരും കാണൂല. ഈ രീതിയിൽ കൈയടിച്ചാൽ എന്താ ഗുണം? അവനും കൈയടിച്ച്. അപ്പൊ ആ കാര്യവും മനസ്സിലായി. അപ്പൊ എന്തൊക്കെ ചെയ്തു? നമ്മള് VOP സെന്ററിലേക്ക് എത്തിച്ചു, ടെക്നിക്ക് പരമായിട്ട് കൈയടിച്ചു, അദ്ദേഹത്തിനെ പെൺകുട്ടിക്ക് ഇഷ്ടമായിക്കണമെന്ന് മനസ്സിലായി. അതായത് VOP ഇഷ്ടപ്പെട്ടിരിക്കണം. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഇൻഡസ്ട്രിയിൽ ആക്ടിവിറ്റി ഡയമണ്ട് ആണ്. സിമ്പിളാണ്. അവിടെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം, പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നെ നമ്മളായിട്ട് ആവശ്യമില്ലാത്ത ഡൗട്ടൊക്കെ ചോദിക്കും. നമ്മളായിട്ട് എന്ത് ഡൗട്ട് ചോദിക്കാനാണ്? അതൊന്നും ചോദിക്കരുത്. ഇവിടെ കണ്ണൂർ അങ്ങനെ ആരും ചെയ്യണവരില്ല എന്നാണ് എന്റെ വിശ്വാസം. മലപ്പുറം ജില്ലയിലുണ്ട് കുറച്ച് ആൾക്കാർ ഈ കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ഡൗട്ട് ചോദിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് പൊട്ടത്തര ചെയ്യണത്? നമ്മളത് ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എടാ, അവിടെ നിങ്ങൾ ഒരുപാട് ലീഡർമാർ ഇരിക്കുന്നില്ലേ? അവിടെ പോയിട്ട് നിങ്ങളും വട്ടത്തിലാണ്ട് ഇരിക്കണം. ആ ഇരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു പല്ലെങ്കിലും നിങ്ങൾ പുറത്ത് കാണിക്കണം. പല്ല് നന്നായാൽ പാതി നന്നായി. ഇത് കണ്ടു കഴിഞ്ഞാൽ അവനക്ക് മനസ്സിലായി ഇത് ഇവനക്ക് ഇഷ്ടപ്പെട്ടിക്കിടുന്ന്. ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന എങ്ങനെ കാണാനാണ് ഇഷ്ടം? എങ്ങനെ കാണാനാണ് ഇഷ്ടം? ഇങ്ങനെ കാണാന്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. പ്രോഗ്രാം കഴിഞ്ഞാൽ അവിടെ ചിരി, ഒരു പുളിങ്ങനെ ചിരി, ഇങ്ങനെ പുളിഞ്ചിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സുകൊണ്ട് പുളിഞ്ചിന്ന് അങ്ങനെ ആക്കി എടുത്താൽ മതി. ഇടത്തെ കൈമ കണ്ണ് പിടിക്കണ്ട. എന്ത് രസിച്ചിട്ടാ? വാടാ, ആ റൗണ്ടിലാണ്ട് ഇരുത്തണം. അങ്ങനെ ഇരുത്തിയതാണ്. അങ്ങനെ ഇരുത്തിയതുകൊണ്ടല്ലേ ഞാൻ കണ്ണുകാരോട് സംസാരിക്കണത്. ഇതൊക്കെ പറയണ ഇതിൽ ഇപ്പൊ ഈ പ്രോഗ്രാം കേൾക്കുന്ന ആരെങ്കിലും, ഇത് കേൾക്കുന്ന ആൾക്കാർ, അയാൾക്ക് അതൊക്കെ പറയാന്ന് അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇനി എന്ത് മാണിക്കക്കല്ല് കൊടുത്താലും മൂപ്പര് ഒരു ഇത് വെള്ളാരം കല്ല അറിയും, കരിങ്കല്ല അറിയും. മനസ്സിലായ? അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിലാരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കണേ. ആ കണ്ണുകാരായിട്ട് തീരെ ഉണ്ടാവില്ല. ആ രീതിയിൽ പറഞ്ഞിട്ട് അവിടെ വട്ടത്തിലിരുത്തണം. വട്ടത്തിലിരുത്തണം. ഒരൊറ്റ ഡയലോഗ് പറയണ്ട, വേറെ ഒന്നും പറയണ്ട. എന്താ പറയേണ്ടത്? എടാ, ഈ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. എന്റെ അക്കൗണ്ടിൽ എത്ര 5000 ചില്ലാറ് രൂപ വന്നിരിക്കണം. നിങ്ങളുടെ ഐഡിയ തുറന്നാണ്ട് കാണിച്ചെടുക്കണം. ഒരു മടിയും വിചാരിക്കണ്ട, ഒരു മടിയും വിചാരിക്കണ്ട. അങ്ങനെ വരാത്തവരാരെങ്കിലും ഉണ്ടോ? വന്നിട്ട് പറയടാ, ഇത്രയും വലിയൊരു അവസരമാണ് നമുക്ക് കിട്ടിയത്. ഞാൻ വിജയിക്കുമ്പോ നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് വിജയിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് കിട്ടിയത്. ഇതിന്ന് ചെയ്തിട്ടില്ലെങ്കിൽ നഷ്ടമാണ് വരാൻ പോകുന്നത്. നഷ്ടം. അപ്പൊ നിങ്ങൾ നഷ്ടത്തെ പറ്റി പറഞ്ഞു, വിജയത്തെ പറ്റിയും പറഞ്ഞു. ആർക്കും നഷ്ടപ്പെടുന്നത് പറയുന്നത് ഇഷ്ടമല്ല. നിങ്ങളുടെ ഭർത്താവ് ഇഷ്ടപ്പെടും, നിങ്ങളുടെ ഭാര്യ നഷ്ടപ്പെടും. ഭർത്താവ് നഷ്ടപ്പെടുന്ന ഇഷ്ടമാണോ? അല്ല. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ എന്നും ഉണ്ടാവും, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ എന്നും നിങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെയാണ് നമുക്ക് ഒരുമിച്ച് വിജയിക്കണം. നമുക്ക് ഒരുമിച്ച് വിജയിക്കാം. 3 പ്രാവശ്യം ഒരുമിച്ച് വിജയിക്കാം എന്നുള്ള വാക്കും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് നഷ്ടമാടാ എന്നും പറയണം. അവിടെ ശ്രദ്ധിക്കണം. ഈ പോയിന്റ് പഠിച്ചോളൂ. ഈ ഒറ്റ പോയിന്റ് കൂടി ശ്രദ്ധിക്കേണ്ടതുള്ളൂ. മോനെ, ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ഇതാണ് ആദ്യം പറയേണ്ടത്. ഇത് നമ്മൾ ചെയ്യണം. നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് വിജയിക്കാം. ഇത് നേരെ ഓപ്പോസിറ്റ് പറയരുത്. ഇത് ചെയ്താൽ നമുക്ക് ഒരുമിച്ച് വിജയിക്കാം, അത് ചെയ്തിട്ടില്ലെങ്കിൽ നഷ്ടമാണ് അങ്ങനെ പറയരുത്. ആദ്യം നഷ്ടം പറഞ്ഞ് പിന്നെ വിജയിക്കാൻ പറഞ്ഞു. ഹലോ, എങ്ങനെയുണ്ടാ പോയിന്റ്? അടിപൊളിയല്ലേ? ഇങ്ങനെ പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, ഈ അവസരം ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും കൊടുത്തൂടെ? ഈ അവസരം ഭൂമിയിൽ ആർക്കാണ് ആവശ്യം? മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും ഈ അവസരം ആവശ്യമാണ്. ഇത് ജനങ്ങൾക്ക് അറിയില്ല. മുഖ്യമായ ആൾക്കാർക്കും ഭയങ്കര അറിവാണ്. അറിവുണ്ടായിട്ട് എന്താ കാര്യം? തിരിച്ചറിവില്ലെങ്കിൽ, എന്തുണ്ടായിട്ട് എന്താ അന്തല്ലെങ്കിൽ? ഹലോ, ശരിയല്ലേ? ഒരുപാട് വീട്ടമ്മമാര് ടൈലർ കടയിലേക്ക് പോകുന്നു, തുണിക്കടയിലേക്ക് പോകുന്നു, രാവിലെ പോകുന്നു, രാവിലെ 5 മണിക്ക് പോകുന്നു, രാവിലെ 8 മണിക്ക് പോകുന്നു, ലിഫ്റ്റ് കിടുന്നു, സാരി എടുക്കുന്നു, അവിടെ പോകുന്നു. എത്രമാത്രം റിസ്ക് എടുക്കുന്നുണ്ട്? എന്താ കിട്ടുക? 350 രൂപ കിട്ടും, 300 രൂപ കിട്ടും. തുണിക്കട പോകണ്ടെന്നല്ല പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡെയിലി 350 രൂപ കിട്ടൂല. ജനുവരിയിൽ വരുമാനം കുറഞ്ഞു, ഫെബ്രുവരിയിൽ വരുമാനം കുറഞ്ഞ്, മാർച്ചിൽ ചെറുതായിട്ട് കൂടി, ഫെബ്രുവരി ഇവിടെ ജനുവരിയിൽ കുറഞ്ഞത് ഫെബ്രുവരിയിൽ കിട്ടി. അങ്ങനെ ഇവിടെ കുറഞ്ഞത് ലാസ്റ്റ് അവിടെ എത്തുമ്പോൾ ഇവിടെ കുറഞ്ഞതൊക്കെ അവിടെ കിട്ടി. നമ്മളെ ഭർത്താവ് ഗൾഫിലാണെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ? ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് പൈസ കിട്ടുന്നവരില്ലേ? 6 മാസം കഴിഞ്ഞ് കിട്ടുന്നവരില്ലേ? മാസത്തിൽ കിട്ടുന്നവരില്ലേ? ഇതേപോലെ ഇതും ഒരു വിസയാണ്. അവിടുത്തെ വിസ ഒരു ഉറപ്പില്ല, ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഒരു ഗ്യാരണ്ടി ഇല്ല വിസക്ക്. ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്താലും ഗ്യാരണ്ടി ഇല്ല.
ലോട്ടറി ടിക്കറ്റ് എടുത്താൽ അടിക്കും എന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല? അടിക്കുന്ന ഉറപ്പുണ്ടോ? ഓരോ ഉറപ്പുമില്ല. ആർക്കെങ്കിലും ഒരാൾക്കേ അടിക്കുള്ളൂ. ഇൻഡസ്ട്രിയോ ബിസിനസ് ഒരു വിസ അല്ല, ഒരു ലോട്ടറി ടിക്കറ്റ് അല്ല. എടുത്തു കഴിഞ്ഞാൽ അടിച്ചിരിക്കും. ഒരു പ്രശ്നമേ ഉള്ളൂ. ലോട്ടറി ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ 3 മാസം നമ്മൾ അതിന്റെ പിന്നാലെ ബാങ്കിലേക്ക് നടക്കണം. 1 കോടി രൂപ കിട്ടും. അത് അതോടെ പൊടിച്ച് തർപ്പണമായിട്ട് അത് കയ്യിൽ നഷ്ടപ്പെടും. ഇൻഡസ് വിവയിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ലോട്ടറി ടിക്കറ്റ് ആണ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം ഉള്ള ആഴ്ചയിൽ 2.5 ലക്ഷം റുപ്യ വന്നുകൊണ്ടേയിരിക്കും. ഇത് നമുക്ക് മനസ്സിലാവണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ടിക്കറ്റ് എടുത്ത് അടിക്കുന്ന ഒരു ഉറപ്പില്ല. അവിടെ ടിക്കറ്റ് എടുത്ത് അടിക്കുന്ന ഉറപ്പുള്ളതാണ്. കാരണം ഇതിൽ ടിക്കറ്റ് എടുത്തോലെ 100 ചില്ലറ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ് ആർ നോ? അപ്പൊ ഏതാ വേണ്ടത്? ഇതൊരു ലോട്ടറി ടിക്കറ്റ് ആണ്. ഇത് അടിക്കുന്ന ഉറപ്പുള്ള ലോട്ടറി ടിക്കറ്റ് ആണ്. അങ്ങനെ നിങ്ങൾ ഇതൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തതായിട്ട് കാണുക. ആൾക്കാർ വിചാരിച്ച നിങ്ങളുടെ മനസ്സോട് ചിന്തിക്കുക, ഞാൻ ഈ ലോട്ടറി ടിക്കറ്റ് മാറാൻ വേണ്ടി നടക്കുകയാണ്. ഇന്ന് വന്ന പുതിയൊരു VBA മനസ്സിലാക്കേണ്ട കാര്യം ഒറ്റ കാര്യമുള്ളൂ. ഈ മാസം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഈ നവംബർ, ഡിസംബർ, ഈ മാസം 30, ഈ വർഷം 31 ആകുമ്പോൾ ഞാൻ ഇത് ലോട്ടറി ടിക്കറ്റ് മാറാൻ നടക്കാന്ന് ചിന്തിക്കുക. ഒരു 6 മാസം നിങ്ങൾ ഹാപ്പി ആയിട്ട് ബിസിനസ് ചെയ്യുക. ഈ കമ്പനിയുടെ ചെറിയൊരു റാങ്ക് ആണ് കമ്പനിയുടെ റൂബി എക്സിക്യൂട്ടീവ്. കമ്പനിയുടെ പ്ലാനിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. കമ്പനിയുടെ BBA ആയി വന്ന് എന്തോ പറഞ്ഞത് അത് ചെയ്താൽ മതി. സ്റ്റാർ 50 ആയി വന്ന് പറഞ്ഞ് എന്താ ചെയ്താൽ അത് ചെയ്താൽ മതി. സ്റ്റാർ 500 ആയിട്ട് പറഞ്ഞാൽ എന്താ അത് ചെയ്താൽ അത് കിട്ടി. സ്റ്റാർ 1000 ആയിട്ട് കമ്പനി പറഞ്ഞ് വിത്ത് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ഷെറാട്ടനിൽ പോകുന്ന, അങ്ങനെ നിങ്ങൾ ഭാര്യയും ഭർത്താവും പോയിട്ട് വരും. അതും ശരിയാണെങ്കിൽ പിന്നെ കമ്പനി പറയുന്ന അടുത്ത റൂബി എക്സിക്യൂട്ടീവ് ആയ കമ്പനി പറയുന്ന മിനിമം ഒരു 60,000 രൂപ വരുമാനം മേടിക്കാന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് 60,000 രൂപ കിട്ടാൻ തുടങ്ങുമ്പോൾ മതിയെന്ന് നിങ്ങൾ മറ്റേ ബിസിനസ് ചെയ്യുക. അടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യണ്ട. എന്താ പോയത്? ഒന്നും പോയിട്ടില്ല. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ജോലി നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അത് അവിടെ കിടന്നോട്ടെ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് ഉപയോഗിക്കാം. തിളപ്പിച്ചാറിയ വെള്ളം ചൂടാക്കാൻ വല്ല പണിയുണ്ടോ? ഒരു കൊള്ളിയും കൂടി വെച്ചാൽ ചൂടാക്കി എടുത്തൂടെ? നമ്മൾ പഠിച്ച പണി നമ്മൾ മറക്കുവോ? ഒരു ഉദാഹരണം. ഹലോ, ഇല്ല. അപ്പൊ എന്റെ ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എല്ലാവരും അറിവും കഴിവും ആഗ്രഹവും ഉള്ള ആൾക്കാരാണ്. നിങ്ങൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ കൂടെ നടക്കരുത്. ഇത് മാത്രം പറയാണ്. ഈ ഒരു ഒറ്റ പോയിന്റ് പഠിച്ചോളൂ. ഇത് ഭയങ്കര ഒരു പോയിന്റ് ആണ്. എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്. കൈയിന്റെ അടിയിൽ എണ്ണ ഉണ്ടെങ്കിൽ ചൂടാക്കി എടുത്താൽ പോരെ, വെറുതെ അടുത്ത വീട്ടിൽ കടം മേടിക്കാൻ പോണോ? പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ? നമുക്കൊരു കഴിവുണ്ടെങ്കിൽ ഇത് ചൂടാക്കി എടുത്താൽ പോരെ? ഹലോ, അങ്ങനെ ഇന്ന് രാവിലെ തൊട്ടിട്ട് നിങ്ങൾ എല്ലാവരും ചൂടാക്കിയാണ്ട് ഇറങ്ങുക. ഒന്നും നോക്കണ്ട, അടിപൊളിയായിട്ട് ഇൻഡസ്ട്രി ചെയ്തോളി. ഞാൻ ഈ കമ്പനിയുടെ റൂബി എക്സിക്യൂട്ടീവ് ആയ സമയത്ത് കമ്പനി പറയുന്നത് ഒരു മാസം 60,000 രൂപയായിരുന്നു. ഞാൻ ഈ കമ്പനിയിലൂടെ 1,25,000 വരുമാനം മേടിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസിൽ നിങ്ങളോട് സംസാരിക്കുന്നു. ഇന്നൊരു ഗ്രാൻഡ് വിറ്റാര ഓടിക്കുന്നു. ഓരോ വർഷത്തിലും ഇൻഡസ്ട്രിയിലൂടെ ഓരോ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫുൾ ഹാപ്പിയാണ്. സ്വന്തമായി GST അടച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന ഫുൾ ഹാപ്പി. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്കും സാധിക്കട്ടെ. ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്. താങ്ക് യു.